അപ്പോൾ നമ്മൾ ഇന്ന് നല്ല കുടംപുളി ഇട്ടിട്ടുള്ള ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പെരുംജീരകം പൊടി, പിന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക. നമ്മളിവിടെ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. നമുക്കിതിലേക്ക് ചെമ്മീനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം. അതിനും വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 അള്ളി ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നമ്മളെ ചെമ്മീൻ കറിക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ ചെമ്മീൻ കറി ഇവിടെ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി കേട്ടോ. നമ്മളെ ചെമ്മീൻ കറിയൊക്കെ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് കേട്ടോ ചെമ്മീൻ കറി. അപ്പം എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.